ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സസ് എല്ലാവരും വെൽ റിസീവ്ഡ് ആണ്. ഒരുപാട് ആൾക്കാർ എനിക്ക് ഫീഡ്ബാക്കുകൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ക്ലാസ്സസ് കണ്ട് ഇഷ്ടപ്പെടുന്നുള്ള അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു ടീച്ചർ എപ്പോഴും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ ക്ലാസ്സസ് മറ്റുള്ളവർക്ക് നമ്മളുടെ ആരാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയുടെ അവസാനം പറയുന്ന കാര്യം, ഈ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ മിക്സ്ഡ് സിഗ്നൽസ് എന്ന് പറയുന്നത് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയലിലേക്കാണ് പോകുന്നത്. ഈ മിക്സ്ഡ് സിഗ്നൽസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ നമ്മളുടെ 2-3 ഇൻഡെക്സിനെ കുറിച്ചാണ്. ഒന്നെന്ന് പറയുന്നത് അതിൽ മെയിൻലി ഡിസ്കസ് ചെയ്തേക്കുന്നത് കോർ സെക്ടർ ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ്. കോർ സെക്ടർ ഇൻഡസ്ട്രീസ്, ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ്. അതുപോലെ രണ്ടാമത് അതിൽ IIP യെ കുറിച്ച് ഒരു പരാമർശമുണ്ട്. IIP മീൻസ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. പിന്നെ HSBC എന്ന് പറയുന്ന സ്ഥാപനത്തിന്, HSBC നമുക്കറിയാം ഒരു വലിയ ബാങ്ക് ആണ് വേൾഡ്. HSBCയുടെ PMI എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ട്. PMI എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. PMI എന്താണ്? പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇങ്ങനെ 3 ഇൻഡെക്സുകളെ കുറിച്ച് ഈ പറയുന്ന ആദ്യം കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ്, പിന്നെ IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, പിന്നെ PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഈ കോർ സെക്ടർ ഇൻഡസ്ട്രീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ മൊത്തം 8 ഇൻഡസ്ട്രീസിനാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. സ്റ്റീല്, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, എൻജിൻ ഞാൻ എഴുതുന്നുള്ളൂ നാച്ചുറൽ ഗ്യാസിന്, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. റിഫൈനറി പ്രോഡക്ട്സിന് ഇവിടെ RP എന്ന് എഴുതിയേക്കാം, റിഫൈനറി പ്രോഡക്ട്സ്. അപ്പോ എന്തൊക്കെയാണ്? സ്റ്റീല്, ഒരു സെക്കൻഡ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. സ്റ്റീല്, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. ഈ 8 ഇൻഡസ്ട്രീസ് ആണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ്. നമ്മളെ ഇൻഡസ്ട്രീസിന്റെ ഏറ്റവും കോർ ഇതാണ്. അടിസ്ഥാന മേഖലയിൽ വികസനം നടക്കണമെങ്കിൽ ഈ 8 ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. മൊത്തം ഇൻഡസ്ട്രീസിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് IIP എന്ന് പറയുന്നത്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഈ IIP അത് പേര് തന്നെ ഉണ്ട്, അത് അവിടെ കോർ സെക്ടർ എന്നൊന്നും പറയുന്നില്ല. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, മൊത്തം ഇൻഡസ്ട്രീസിന്റെ, അതായത് നമ്മുടെ എക്കോണമിയുടെ സെക്കൻഡറി സെക്ടർ ആണ് ഈ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് സെക്ടർ എന്ന് പറഞ്ഞാൽ. എക്കണോമിക്ക് 3 സെക്ടേഴ്സ് ഉണ്ട്: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, അനിമൽ ഹസ്ബൻഡറി, ഫിഷിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൈമറി സെക്ടറിൽ നടക്കുന്നത്. അഗ്രികൾച്ചർ ആണ് മെയിൻ ആയിട്ട് പ്രൈമറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? മാനുഫാക്ചറിംഗ് സെക്ടർ ആണ്, അതിലാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഒക്കെ വരുന്നത്. ടെർഷ്യറി സെക്ടർ അറിയപ്പെടുന്ന സർവീസ് സെക്ടർ എന്നാണ്. നമ്മളുടെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് ടെർഷ്യറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്നാണ്. അത് കഴിഞ്ഞ് സെക്കൻഡറി സെക്ടറിൽ നിന്നും ലീസ്റ്റ് ആണ് പ്രൈമറി സെക്ടറിൽ നിന്ന് വരുന്നത്. പക്ഷേ ഈ പ്രൈമറി സെക്ടറാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത്. കാര്യം സ്റ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എംപ്ലോയിഡ് ആയിരിക്കുന്നത് അഗ്രികൾച്ചർ, അതുപോലെ ഫിഷിംഗ്, അനിമൽ ഹസ്ബൻഡറി അതുപോലുള്ള സംഭവങ്ങളിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സെക്കൻഡറി സെക്ടറിന്റെ കാൽക്കുലേഷൻ, അവിടുത്തെ നമ്മളുടെ ഓരോ മന്തിൽ എങ്ങനെയാണ് പെർഫോമൻസ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ആണ് IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ തരുന്നത്. ആ IIPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ വരുന്നത് ഇവിടെ നിന്നാണ്. 40% കോൺട്രിബ്യൂഷൻ വരുന്നത് കോർ സെക്ടർ ഇൻഡസ്ട്രീസിൽ നിന്നാണ്. അപ്പം കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ ഡേറ്റ പുറത്തു വന്നിട്ടുണ്ട്. PMI ഞാൻ നേരത്തെ പറഞ്ഞ അതൊരു പ്രൈവറ്റ് ഇൻഡെക്സ് ആണ്. ബാക്കി IIPയും കോർ സെക്ടർ ഇൻഡസ്ട്രീസും ഗവൺമെന്റിന്റെ ഡേറ്റയാണ്. അപ്പോൾ PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിന്റെ ഡേറ്റയും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് കിട്ടുന്ന മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് സിഗ്നൽസിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞത്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഞാൻ ഓടിച്ച് പറഞ്ഞേക്കാം. 1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതില് ഇത്രയേ ഉള്ളൂ ഇതിൽ പറയുന്ന. അതായത് നമ്മളുടെ മൊത്തം 8 കോർ സെക്ടർ ഇൻഡസ്ട്രീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ താഴെ എഴുതിയിടുകയും ചെയ്തു. ആ 8 കോർ സെക്ടർ ഇൻഡസ്ട്രീസിൽ എക്സ്പാൻഡ് ചെയ്തത് കോളും ഇലക്ട്രിസിറ്റിയും മാത്രമാണ് എക്സ്പാൻഡ് ചെയ്തത്, ഭയങ്കര നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തത്. പിന്നെ 2-3 സെക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് അതിന്റെ ഗ്രോത്ത് തന്നെ അപ്പോഴും, പക്ഷെ അത് ഡീസിലറേറ്റ് ചെയ്തു. ഗ്രോത്ത് ആണെങ്കിലും ഡീസിലറേറ്റ് ചെയ്തു. പക്ഷെ 2 സെക്ടേഴ്സ് ഷ്രിങ്ക് ചെയ്തു. അത് ഷ്രിങ്ക് ചെയ്തത് സിമന്റും പിന്നീട് ഫെർട്ടിലൈസറും. 3 സെക്ടർ, സിമന്റും ഫെർട്ടിലൈസറും പിന്നെ സ്റ്റീലും ആണെന്ന് തോന്നുന്നു ഷ്രിങ്ക് ചെയ്ത്. അത് നിങ്ങൾ എഡിറ്റോറിൽ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അത് ഈ ഇതിന്റെ വിവരങ്ങളൊന്നും നിങ്ങൾ എഴുതിയെടുക്കണ്ട, ഞാൻ എന്റെ റീസൺ പറയാം.
നിങ്ങൾക്കറിയാം കഴിഞ്ഞ മാസം അല്ലെങ്കിൽ അതിന്റെ അങ്ങേ മാസം ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി ഭയങ്കര ഹീറ്റ് വേവ്സ് ഉണ്ടായിരുന്ന മാസമാണ്. അപ്പം ആഫ്റ്റർനൂണില് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ഇതൊന്നും അലൗഡ് പോലും അല്ലായിരുന്നു. ഫ്രം 12 o'clock onwards, scorching sunlight will be there and it will affect the lives of the people. That's why government of India banned and state level administrations also banned working after 12 PM in the ഓപ്പൺ ഏരിയ. ദാറ്റ്സ് വൈ ഈ പറഞ്ഞ ഫാമിംഗ് ആക്ടിവിറ്റീസ് അതുപോലെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും അഫക്ട് ചെയ്തു. സ്വാഭാവികമായിട്ടും ഫാമിംഗ് ആക്ടിവിറ്റീസും കൺസ്ട്രക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് സിമന്റ്, വേറൊരു പ്രധാനപ്പെട്ട സംഭവമാണ് സ്റ്റീൽ. അപ്പൊ ഈ രണ്ട് മേഖലയിൽ ഒരു മാന്ദ്യം ഉണ്ടാകത്തില്ല, കാര്യം ഡിമാൻഡ് കുറഞ്ഞു. ഇനി ഫെർട്ടിലൈസർ ആണല്ലോ അഗ്രികൾച്ചർ സെക്ടറിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഹീറ്റ് വേവ് ആണ്. There is drought-like situation in many parts of India. Then how can they do farming activities? അപ്പൊ അത് ഫെർട്ടിലൈസർ ഡിമാൻഡിനെ കുറയ്ക്കൂല്ലേ? സ്വാഭാവികമായിട്ട് അതൊക്കെയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഈ 3 സെക്ടറിൽ കോൺട്രാക്ഷൻ ഉണ്ടാവാനുള്ള കാരണം. ഈ സ്റ്റീലിൽ കോൺട്രാക്ഷൻ ഉണ്ടായത് ഒരു ഡീസിലറേഷനാണ് ഉണ്ടായത്. അതിന്റെ ഇതില് നമ്മളുടെ ഡിമാൻഡിൽ കോൺട്രാക്ഷൻ ഉണ്ടായില്ല, ബാക്കി രണ്ടിടത്തും കോൺട്രാക്ഷൻ ഉണ്ടായി. ഇനി കോള് അതുപോലെ ഇലക്ട്രിസിറ്റി, ഈ രണ്ടിന്റെയും ജനറേഷനിൽ ഭയങ്കര വർധനവുണ്ടായി ഈ കോർ സെക്ടർ ഇൻഡസ്ട്രിയിലെ. അത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കാര്യം ഇതാണ്, ഈ ഭയങ്കര ഹീറ്റ് വേവ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത്? പവറാണ് ആൾക്കാർക്ക് കൂടുതലായിട്ട് വേണ്ടത്. ഇന്ത്യയിലെ പവർ കൺസംഷൻ അതിന്റെ മാക്സിമം റെക്കോർഡ് ലെവൽ, ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും റെക്കോർഡ് ലെവലിൽ എത്തിയ മാസമായിരുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിന്റെ തുടക്കം, മെയ് മാസത്തിന്റെ എൻഡ് എന്നൊക്കെ പറയുന്ന. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ പവർ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് തെർമൽ പവർ പ്രൊഡക്ഷൻ ആണ്. ഈ തെർമൽ പവർ പ്രൊഡക്ഷനിൽ മെയിൻ ആയിട്ട് നമ്മളുടെ തെർമൽ പവർ പ്ലാന്റുകളിൽ NTPC ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പവർ പ്രൊഡക്ഷൻ കമ്പനീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് ആയിക്കോട്ടെ, NTPC ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനിയാണ്. ഇനി അദാനി പവർ, ടാറ്റ പവർ പോലുള്ള ഒരുപാട് പ്രൈവറ്റ് പവർ പ്രൊഡക്ഷൻ കമ്പനീസ് ഉണ്ട്. ഇവരെല്ലാം മെയിൻലി യൂസ് ചെയ്യുന്ന കോളാണ് പവർ പ്രൊഡക്ഷന്. അപ്പം there was peak demand for electricity during the month of June and May. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മാസങ്ങളിൽ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് മീറ്റ് ചെയ്യണമെങ്കിൽ കോൾ പ്രൊഡക്ഷൻ കൂട്ടിയേ പറ്റൂ. അപ്പൊ സ്വാഭാവികമായിട്ട് കോളിന്റെ ആ ഒരു ഇൻഡസ്ട്രി ഭയങ്കര പീക്കിലെത്തി. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലും ഇലക്ട്രിസിറ്റി ആണല്ലോ ഏറ്റവും കൂടുതൽ ആവശ്യം ആ സമയത്ത്. അപ്പൊ ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷേ പിന്നെ ഒരു HSBCയുടെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. HSBC പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിൽ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇവർ സർവേ നടത്തുന്നത്, ഈ HSBC എന്ന് പറയുന്ന സ്ഥാപനം ഒരു സർവേ നടത്തും. ഇന്ത്യയിലെ ലീഡിങ് എനിക്ക് തോന്നുന്നു 500 ഇൻഡസ്ട്രീസിലോ മറ്റോ ആണ്, ഒരു നമ്പർ ഉണ്ട് അത്രയും ഇൻഡസ്ട്രീസിൽ. എന്നിട്ട് അവിടുത്തെ പർച്ചേസിംഗ് മാനേജേഴ്സിന്റെ ഇടയിൽ ഈ സർവേ നടത്തുന്നു. ഈ പർച്ചേസിംഗ് മാനേജേഴ്സിന്റെ ഇടയിൽ സർവേ നടത്തുമ്പോൾ അവരുടെ ഇൻവെന്ററി കളക്ഷൻ, അതെങ്ങനെ കൂടുതലാവുന്നോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ അവർ കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്നു, അവർ പ്രൊഡക്ഷൻ കൂട്ടിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഇന്ത്യയിലെ ഈ PMI കൂടുന്നോ കുറയുന്നോ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്, ഈ പർച്ചേസിംഗ് മാനേജേഴ്സിന്റെ ഇടയിൽ ഒരു സർവേ നടത്തിയിട്ട് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ടാക്കി ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്ന PMI-യിൽ. അപ്പം അവര് പറയുന്നത് 50ക്ക് മുകളിലുള്ള ഏത് ഫിഗറും, 50ക്ക് മുകളിലല്ലേ, 50ക്ക് മുകളിലുള്ള 50 ചെറുത്, അപ്പൊ 50ക്ക് മുകളിലായിരിക്കണം. 50ക്ക് മുകളിലുള്ള ഏത് ഫിഗറും ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷനാണ് കാണിക്കുന്നത്. 50ക്ക് മുകളിലുള്ള ഏത് ഫിഗറും ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷനാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പം 57 പോയിന്റ് സംതിങ് ആയിരുന്നു കഴിഞ്ഞ മാസത്തെ, അതിപ്പോ 58 പോയിന്റ് സംതിങ് ആയിട്ട് മാറി. അപ്പം 50ക്ക് മുകളിലുള്ള ഏത് ഫിഗർ എക്സ്പാൻഷൻ ആകുമ്പോൾ 58 പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഗ്രോത്ത് ഫിഗർ ആണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ സംബന്ധിച്ച്. അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഇതിപ്പോ ഞാൻ ഇന്നലെ എക്കണോമിക് ടൈംസ് വായിച്ചപ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ വന്നായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ മാനുഫാക്ചറേഴ്സ് എല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു ഡിമാൻഡ് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് അവർ പ്രൊഡക്ഷൻ കൂട്ടാൻ തീരുമാനിച്ചിരിക്കുക. കാര്യം തുടർന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. നവംബറും ഒക്ടോബറും ഒക്കെ വരുമ്പോൾ ദീപാവലി, നമ്മളുടെ പൂജ ഹോളിഡേയ്സ്, ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ സീസൺ എന്ന് പറയുന്നത്. ദസറ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. നമ്മളെ ഓണം മലയാളിയൊക്കെയാണ്, ബാക്കി ഇന്ത്യയിലെ സ്റ്റേറ്റൊക്കെ എല്ലാവർക്കും ദീപാവലി ഈസ് ദ മെയിൻ സെലിബ്രേഷൻ, അതുപോലെ പൂജയൊക്കെ. അപ്പൊ ഈ സമയത്ത് ഭയങ്കര ഒരു ഡിമാൻഡ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അവർ. മനസ്സിലായോ? അപ്പൊ എന്തായാലും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഭയങ്കര കോൺഫിഡന്റ് ആണ് അവർ. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ ഈ ഇൻവെന്ററി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവര് ഹയറിങ്, അവർക്ക് വേണ്ട എംപ്ലോയീസിന് അവർ ഹയറിങ് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഒരു ലോങ്ങർ ടേമിലേക്കുള്ള ഇൻഡസ്ട്രീസിന്റെ, പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലെ ഇൻഡസ്ട്രീസിന്റെ കോൺഫിഡൻസ് അവർക്ക് കുറവാണ്. നമ്മളുടെ ഇന്ത്യയുടെ കൺസംഷൻ
ഒരു എന്ന് പറയുന്ന ഒരു സംഘത്തെ നമ്മുടെ കൺസംഷൻ ബേസ്ഡ് GDP ആണ് നമ്മളുടെ. അതായത് നമ്മൾ എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കോണമി അല്ല. ഇപ്പൊ ചൈനയുടെ എക്കോണമി ഈസ് ആൻ എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കോണമി, US എക്കോണമി ഈസ് ആൻ എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കോണമി. വേൾഡിലെ മിക്കവാറുള്ള എല്ലാ ലീഡിംഗ് ഡെവലപ്ഡ് നേഷൻസിന്റെ ഇൻഡസ്ട്രീസും എക്കോണമിയും എക്സ്പോർട്ടിനെ അത്യധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യക്ക് എക്സ്പോർട്ട് ഈസ് ദെയർ. പക്ഷെ നമുക്ക് അതിനെക്കാളും ഇന്ത്യക്കകത്ത്, ഇന്ത്യയിൽ ഇത്രയും വലിയ ജൈജാന്റിക് പോപ്പുലേഷന്റെ അകത്തുണ്ടാകുന്ന കൺസംഷൻ, ആ ഒരു കൺസംഷൻ കൂടുമ്പോഴാണ് നമ്മളുടെ ഗ്രോത്ത് കൂടുന്നത്. അപ്പം സ്റ്റിൽ ഇന്ത്യയിലെ ഈ റൂറൽ ഏരിയയിലൊക്കെ കൺസംഷൻ ഭയങ്കരമായിട്ട് കൂടും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളെ പ്രൈവറ്റ് സെക്ടർ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, ഈ പ്രൊഡക്ഷൻ കൂട്ടിയൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോഴും കുറവാണെന്നാണ് ഈ ലോങ് ടൈമിലേക്കുള്ള നമ്മളെ ഈ ഒരു കൺസംഷനിലെ ഇന്ത്യയുടെ കൺസംഷൻ സ്റ്റോറിയിലുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ നമ്മളുടെ പ്രൈവറ്റ് സെക്ടറിനൊക്കെ കുറവാണെന്ന് HSBCയുടെ ഈ സർവേയിൽ പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഈ മിക്സ്ഡ് സിഗ്നൽ അവർ ഉദ്ദേശിക്കുന്നത്. ഓവറോൾ നോക്കുമ്പോൾ റോസി പിക്ചർ ആണ്. ബട്ട് സ്റ്റിൽ ദർ ആർ സം കറക്ഷൻസ് നീഡഡ് എന്നാ പറയുന്നത്. അല്ലെങ്കിൽ ആ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. കാര്യം പ്രൈവറ്റ് ഇൻഡസ്ട്രീസിന്റെ കോൺഫിഡൻസ് കൂടിയാലേ അവർ കൂടുതലായിട്ട് ക്യാപെക്സ് നടത്തുള്ളൂ. ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇന്ത്യയിൽ ഇപ്പൊ ഈ GDP ഉണ്ടായ ഗ്രോത്ത് റേറ്റ് കംപ്ലീറ്റ് മെയിൻലി ക്യാപെക്സ് എന്ന് തന്നെയാണ്. ഈ ക്യാപെക്സ് പക്ഷേ ഗവൺമെന്റാണ് ചെയ്തിരിക്കുന്നത്. പബ്ലിക് സ്പെൻഡിംഗ് ആണ്, പ്രൈവറ്റ് സ്പെൻഡിംഗ് കുറവാണ്. ഇനി അംബാനി അദാനി ഒക്കെ പോലുള്ള ഗ്രൂപ്പ് കമ്പനീസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ അവരല്ലാതെ വലിയ ബിസിനസ് മാൻമാരുണ്ടല്ലോ, അവരെല്ലാവരും പ്രൈവറ്റ് ക്യാപെക്സോട് കൂട്ടിയാലേ നമ്മുടെ GDP അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എത്തുള്ളൂ, GDP ഗ്രോത്ത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ അങ്ങനെ വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞേക്കാം. ഓപ്പൺ കോർട്ട് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ ഓപ്പൺ കോർട്ട് എന്ന് പറയുന്ന എഡിറ്റോറിയൽ വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിനെ കുറിച്ചാണ്. വേൾഡിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടെന്നീസ് ടൂർണമെന്റ് ഏതെന്ന് വെച്ചാൽ അത് വിംബിൾഡൺ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകളാണ് നടക്കുന്നത്. ഗ്രാൻഡ് സ്ലാംസ്, ഇതാണ് വേൾഡിലെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ടെന്നീസ് ടൂർണമെന്റുകൾ. ഈ ഗ്രാൻഡ് സ്ലാംസിൽ ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കും, അത് കഴിഞ്ഞ് ഫ്രഞ്ച് ഓപ്പൺ നടക്കും, അത് കഴിഞ്ഞ് വിംബിൾഡൺ നടക്കും. വിംബിൾഡൺ നടക്കുന്നത് എവിടെയാണ്? ബ്രിട്ടനിലാണ്, UK-യിലാണ്. ഇനി നാലാമത് US ഓപ്പൺ നടക്കും. ഇത് 4 ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെന്നീസ് ടൂർണമെന്റുകൾ. അതിന് 4 കൂടെ ചേർത്താണ് ഗ്രാൻഡ് സ്ലാംസ് പറയുന്നത്. ഈ ഗ്രാൻഡ് സ്ലാംസിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ വിംബിൾഡൺ ആണ്. മനസ്സിലായോ? അപ്പൊ ഈ വിംബിൾഡൺ ഇപ്പൊ തുടങ്ങി. ഓൾ ഇംഗ്ലണ്ട് ടെന്നീസ് ക്ലബിലാണ് വിംബിൾഡൺ നടക്കുന്നത്. എവിടെയാണ്? ഓൾ ഇംഗ്ലണ്ട് ടെന്നീസ് ക്ലബിൽ. ഈ വിംബിൾഡൺ തുടങ്ങുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരുടെയും മനസ്സിൽ. ഹു ഈസ് റെഡി? വിച്ച് യങ്സ്റ്റർ ഈസ് റെഡി ടു ടേക്ക് ദ മാൻഡിൽ ഫ്രം ദ ഫാബ് ഫോർ എന്നറിയപ്പെടുന്ന, ഫാബുലസ് ഫോർ എന്നറിയപ്പെടുന്ന 4 ടെന്നീസ് പ്ലേയേഴ്സ് ഉണ്ട്. റോജർ ഫെഡറർ, റാഫേൽ നദാൽ, നൊവാക് ഡോക്കോവിച്ച് ആണ് ഇപ്പോഴത്തെ നിലവിലെ ഈ ഞാൻ പറയാൻ പോണ പ്ലേയേഴ്സിൽ ഇപ്പോഴും കളിക്കുന്നത്. പിന്നെ ആൻഡി മുറേ ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഈ 4 പേര്, ഇവർ 4 പേരും ഓൺ ദ വെർജ് ഓഫ് 2 പേര് ഓൾറെഡി റിട്ടയർ ആയി, റോജർ ഫെഡററും റാഫേൽ നദാലും. ഇനി നൊവാക് ഡോക്കോവിച്ച് ഇനി 1-2 വർഷം മാക്സിമം കളിച്ചാലായി. പക്ഷെ അദ്ദേഹത്തിന് ഇനി അച്ചീവ് ചെയ്യാനൊന്നുമില്ല. ആകെ ഒരു കാര്യം അച്ചീവ് ചെയ്യാനുള്ളൂ. 24 ഗ്രാൻഡ് സ്ലാംസ് ഇങ്ങനെ വിൻ ചെയ്ത് കഴിഞ്ഞു ഈ ഗ്രാൻഡ് സ്ലാംസ്. എന്നിട്ട് ഒരു ലേഡി ഉണ്ടായിരുന്നു 24 ഗ്രാൻഡ് സ്ലാംസ് വിൻ ചെയ്ത്. ഇപ്പോഴൊന്നും കളിച്ച ആളല്ല, പണ്ട് കളിച്ച ആളാണ്. മാർഗരറ്റ് കോർട്ട് എന്നവരുടെ പേര്. മാർഗരറ്റ് കോർട്ട് എന്ന് പറയുന്ന ടെന്നീസ് പ്ലെയർ, ഫീമെയിൽ ടെന്നീസ് പ്ലെയർ 24 ഗ്രാൻഡ് സ്ലാംസ് വിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഡോക്കോവിച്ച് വിൻ ചെയ്താൽ 25 ആവും. അപ്പൊ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് റെക്കോർഡ് സ്വന്തമാക്കാം. ഇപ്പൊ അദ്ദേഹം ഇവരുമായിട്ട് ഷെയർ ചെയ്യാണ്. അത് മാത്രമേ അദ്ദേഹത്തിന് ടെന്നീസിൽ ഇനി അച്ചീവ് ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അദ്ദേഹം റിട്ടയർ ആവാൻ പോകുന്നു. അപ്പൊ ഇനി ആരായിരിക്കും പുരുഷ ടെന്നീസിലെ നെക്സ്റ്റ് ബിഗ് പ്ലേയേഴ്സ്? അതാണ് നമുക്ക് അറിയേണ്ടത്. ഓൾമോസ്റ്റ് അതിന്റെ ആൻസർ കിട്ടി എന്നും ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. കാർലോസ് അൽക്കാരസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്ന പ്ലെയർ വേൾഡ് നമ്പർ 2 ആണെന്നാണ് എന്റെ വിശ്വാസം, അല്ലെങ്കിൽ നമ്പർ 3 ആയിരിക്കും. കാർലോസ് അൽക്കാരസ് സ്പാനിയാർഡ് ആണ്. സ്പാനിയാർഡ് എന്ന് പറഞ്ഞാൽ റാഫേൽ നദാലിന്റെ രാജ്യമായ സ്പെയിൻകാരനാണ്. വെറും 20 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. ഇതിനകത്ത് വെച്ച് അയാൾ വിംബിൾഡൺ വിൻ ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ച് ഓപ്പൺ വിൻ ചെയ്തിട്ടുണ്ട്, US ഓപ്പൺ വിൻ ചെയ്തിട്ടുണ്ട്. വെറും 20 വയസ്സിൽ. ഇനി ആകെപ്പാടെ ഓസ്ട്രേലിയൻ ഓപ്പൺ കൂടെ വിൻ ചെയ്യാനേ ഉള്ളൂ. അപ്പൊ കാർലോസ് അൽക്കാരസ് ഈസ് ദ മെയിൻ പ്ലെയർ ടു വാച്ച് ഔട്ട് എന്നാണ് ഫോർ ഫ്യൂച്ചർ. പിന്നെ വേറെ 1-2 പേര് പറയുന്നുണ്ട്. ഇറ്റലി പ്ലെയറായ ഇറ്റലിക്കാരനായ ഒരു സിന്നർ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ പേരുണ്ട്. ജാനിക് സിന്നർ. ഇവിടെ ഉണ്ട് ജാനിക് സിന്നർ, ഇറ്റലിക്കാരനാണ്. അയാളും വളരെ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. ജാനിക് സിന്നർ പോലുള്ള 1-2 പ്ലെയേഴ്സിന്റെ പേര് ഇവിടെ പറയുന്നു പുരുഷന്മാരുടെ കൂട്ടത്തിൽ. പക്ഷെ അങ്ങനെ പറയാൻ വനിതകളുടെ കൂട്ടത്തിൽ സത്യത്തിൽ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. വനിതകളിൽ ഇപ്പോഴത്തെ വേൾഡ് നമ്പർ 1
ഇഗ സ്വിയടെക് എന്ന് പറഞ്ഞൊരു പോളിഷ് പ്ലെയർ ആണ്, പോളണ്ടുകാരിയാണ് ഇഗ സ്വിയടെക്, വേൾഡ് നമ്പർ 1. പക്ഷേ ഇവര് ഇതൊരിക്കലും ഒരു വിംബിൾഡന്റെ ഒന്നും ക്വാർട്ടർ ഫൈനലിൽ പോലും കയറിയിട്ടില്ല. ഫ്രഞ്ച് ഓപ്പൺ ആണ് അവർ കൂടുതലും വിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അവരൊരു ഓൾ കോർട്ട് പ്ലെയർ എന്ന് പറയാൻ പറ്റൂല. ഈ വിംബിൾഡൺ ഗ്രാസ് കോർട്ടിലാണ് നടക്കുന്നത്, ഈ ഫ്രഞ്ച് ഓപ്പൺ ഒക്കെ ക്ലേ കോർട്ടിലാണ് നടക്കുന്നത്. അപ്പൊ എല്ലാ കോർട്ടിലും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലെയർ ആണെങ്കിൽ ഒരു ഗ്രേറ്റ് പ്ലെയർ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവരങ്ങനെ പിന്നെ അവർ വേറെ 1-2 ഫീമെയിൽ ടെന്നീസ് പ്ലേയേഴ്സിന്റെ പേര് പറയുന്നുണ്ട്. അവരാരും പഴയ സെറീന വില്യംസ്, വീനസ് വില്യംസ്, ഈ വില്യംസ് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അവരുടെ ഒന്നും 7 അയലത്ത് വരത്തില്ല. അവരുടെ കാലം ഏതാണ്ട് കഴിഞ്ഞു. ഈ ടെന്നീസിൽ പുരുഷന്മാരിൽ ഫാബ് 4 ഉണ്ടായിരുന്ന പോലെ വനിതകളിൽ വില്യംസ് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ആ ഒരു മാൻഡിൽ ഏറ്റെടുക്കാൻ തക്ക ശക്തിയുള്ള പ്ലേയേഴ്സ് ഒന്നും ഫീമെയിൽ ഫീൽഡ് ഇപ്പൊ വന്നിട്ടില്ല. പണ്ടത്തെ സ്റ്റെഫി ഗ്രാഫ്, ആ ഒരു ഗ്രേറ്റ് ജനറേഷനിൽ വരുന്ന പ്ലേയേഴ്സ് ഒന്നും ഇപ്പൊ ഇല്ല എന്നുള്ളൊരു ധ്വനിയാണ് സെക്കൻഡ് പാരഗ്രാഫിൽ സ്ത്രീ വിമൻ ടെന്നീസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇത്രയാണ് എഡിറ്റോറിയൽസ്. ഇനി ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ, ലിബറലിസം ഇൻ ഡാർക്ക് ടൈംസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. അതിനപ്പുറം ഞാനത് ഒന്നും പറയുന്നില്ല. കാര്യം ഈ ലിബറലിസം എന്ന് പറയുന്നൊരു സംഭവം അറിയാമല്ലോ, പ്രോഗ്രസീവ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി, ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ഒക്കെ ലിബറൽ ഐഡിയോളജീസ് എന്നാണ് പറയുന്നത്. അതേ സമയത്ത് റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഐഡിയാസിന്റെ ഭാഗമാണെന്നാണ് പൊതുവെ ലോകം മുഴുവനും കരുതപ്പെടുന്നത്. ഇപ്പൊ ഈ ഫാസിസം, നാസിസം എന്നൊക്കെ പറഞ്ഞതിന്റെ എക്സ്ട്രീം ഫോംസ് ആയിരുന്നെങ്കിൽ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി, ഇന്ത്യയിലെ BJP ഒക്കെ റൈറ്റ് വിങ് പൊളിറ്റിക്സിന്റെ പ്രധാനപ്പെട്ട മാൻഡിൽ ബെയറേഴ്സ് ആണ്. അതുപോലെ ഇപ്പം ഫ്രാൻസിലും അതുപോലെ ജർമ്മനിയിലും ഇറ്റലിയിലെ ഇപ്പോഴത്തെ ജോർജിയ മെലോണി, ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ, ഇവരെല്ലാം റൈറ്റ് വിങ് പൊളിറ്റിക്സ് അത്യാവശ്യം ഹാർഡ് ലെവലിൽ കളിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു അതിന്റെ ആളാണ്. ഹംഗറിയിലെ വിക്ടർ ഓർബൻ അത്തരത്തിലുള്ള റൈറ്റ് വിങ് പൊളിറ്റിക്സിന്റെ ആളാണ്. ഞാൻ പറഞ്ഞത് ഈ ലിബറലിസം ലോകത്തിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും പതുക്കെ അതിന്റെ സ്പേസ് ഷ്രിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ തന്നെ നോക്കി അങ്ങനെയല്ലേ? ഇപ്പൊ ലെഫ്റ്റിസ്റ്റ് പാർട്ടികളൊക്കെ വളരെയാണോ തളരെയാണോ? കോൺഗ്രസിന് ഇപ്പോഴാണ് റിവൈവൽ ഉണ്ടായത്. അപ്പം ഈ ലിബറലിസത്തിനെ കുറിച്ചും അത് നേരിടുന്ന ചലഞ്ചസിനെ കുറിച്ചും അതിനെന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ആർട്ടിക്കിളാണ്, വേണമെങ്കിൽ വായിക്കുക. അതിനപ്പുറം അതിന് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇനി താഴോട്ട് വരുമ്പം ഡിജിറ്റൽ ജൂറിസ്പ്രൂഡൻസ് ഇൻ ഇന്ത്യ ഇൻ ആൻ AI എറ എന്ന് പറയുന്ന ആർട്ടിക്കിളുണ്ട്. ഇതിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് ആക്ച്വലി അത്യാവശ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിനെ കുറിച്ചൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ബോധം കൂടെ ഉണ്ടെങ്കിൽ ഇത് വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ കുറച്ച് ലീഗൽ നോളജും വേണം. ഓക്കെ, ഇതിന്റെ ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, നമ്മളെ ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകം മുഴുവനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രത്യേകിച്ച് ചാറ്റ് GPT-യുടെ ആവിർഭാവത്തോടുകൂടി ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് GAI എന്ന് പറയുന്ന സംഭവം വളരെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും എല്ലാ സ്പേസിലും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസും ഒക്കെ വരാം. ഡീപ് ഫേക്ക് ടെക്നോളജി ഒക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ഡീപ് ഫേക്ക് വീഡിയോസും ഒക്കെ. ഈ ഇടയ്ക്ക് രശ്മിക മന്ദാന എന്ന് പറയുന്ന ഒരു ഫിലിം സ്റ്റാറിന്റെ ഡീപ് ഫേക്ക് വീഡിയോ നമുക്ക് എക്സാക്ട്ലി അവരെന്നോ തോന്നുള്ളൂ, അതല്ലേ? അപ്പം അത് ഹ്യൂമൻ ഡിഗ്നിറ്റിയെ പോലും ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. ഇപ്പൊ ഇതിനെയൊക്കെ ഇഫക്റ്റീവായിട്ട് നേരിടാൻ നമ്മളുടെ ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ പര്യാപ്തമാണോ എന്നാണ് പരിശോധിക്കുന്നത്. ഇപ്പൊ ചാറ്റ് GPT-യുടെ ടൂൾസ് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഈ ആരെയാണ് പണിഷ് ചെയ്യേണ്ടത്? ചാറ്റ് GPT-യെ പണിഷ് ചെയ്യണോ, അതോ ഇത് ചെയ്യുന്നവനെ പണിഷ് ചെയ്യണോ? ഇതിലൊക്കെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയ യൂട്യൂബ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ട്വിറ്റർ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം യൂട്യൂബ് വിട്ടേക്ക് ബാക്കി 3 എണ്ണം. അപ്പം ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ കമ്പനി നമുക്കൊരു പ്ലാറ്റ്ഫോം തരികയല്ലേ ചെയ്യുന്നത്. ഫേസ്ബുക്കിന്റെ മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ സംഭവമായ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോൾ അവരൊരു പ്ലാറ്റ്ഫോം തരുന്നത്, അത് വെച്ച് നമ്മളൊരു കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ കണ്ടന്റില് ഹെയ്റ്റ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റോ അങ്ങനെ വല്ലതും ഉണ്ടെന്ന് കരുതിക്കോ, അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കണ്ടന്റ്, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടായാൽ ഇതിന് പണിഷ്മെന്റ് കൊടുക്കണമല്ലോ. ഈ പണിഷ്മെന്റ് ആർക്കായിരിക്കും? ആ ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനാണോ, അതോ നമുക്കാണോ? ഞാനാണ് ചെയ്തെങ്കിൽ എനിക്കാണോ? അപ്പൊ ആ ക്വസ്റ്റ്യനൊക്കെയുള്ള ആൻസർ വ്യക്തമായിട്ട് ഇന്ത്യയുടെ IT നിയമത്തിന്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷെ അവിടെ AI കാര്യമല്ല പറയുന്നത്, ബാക്കി സാധാരണ ഇതുപോലുള്ള ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. അതിൽ പുള്ളി പറഞ്ഞുണ്ട് സെക്ഷൻ 77 ഓഫ് IT ആക്ട്, സെക്ഷൻ IT ആക്ട് 2000 എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട് ഇന്ത്യയിൽ. അതിന് പിന്നെ അമെൻഡ് ഒക്കെ ചെയ്ത IT ആക്ട് 2000. ഇതിന്റെ സെക്ഷൻ 79-ല്
നമ്മളെ ഇന്റർമീഡിയറീസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ്, ട്വിറ്റർ, ഇതെല്ലാം ഇവരെ ഇന്റർമീഡിയറി എന്ന് അറിയപ്പെടുന്നു. മനസ്സിലായി? അവർ ഇന്റർമീഡിയറീസ് ആണ്. നമ്മളും നമ്മളുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടല്ലേ അവർ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്റർമീഡിയറീസിന് സേഫ് ഹാർബർ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ IT ആക്ട് 2000 സെക്ഷൻ 79 സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ. സേഫ് ഹാർബർ എന്ന് പറഞ്ഞാല് അതിന്റെ അകത്ത് പബ്ലിഷ് ചെയ്യപ്പെടുന്ന കണ്ടന്റ് എന്തെങ്കിലും ഇതുപോലുള്ള ഹേറ്റ്ഫുൾ കണ്ടന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഈ പ്ലാറ്റ്ഫോംസ് ആയിരിക്കത്തില്ല, നമ്മളായിരിക്കും. നമുക്കെതിരെയാണ് പണിഷ്മെന്റും മറ്റു കാര്യങ്ങളും പ്രോസിക്യൂഷനും ഒക്കെ വരുന്നത്. അതാണ് സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ. പക്ഷേ ഈ സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ ചുമ്മാ അങ്ങ് കിട്ടത്തില്ല. IT ആക്ട് സെക്ഷൻ 79 ഇങ്ങനെ സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ ഇത്തരത്തിലുള്ള ഇന്റർമീഡിയറീസിന് കൊടുക്കുന്നുണ്ടെങ്കിലും അത് വേറൊരു ആക്ട് ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് റൂൾസ് എന്ന് പറയുന്ന സംഭവം. ഇൻഫർമേഷൻ ടെക്നോളജി IT ബ്രാക്കറ്റിൽ ഇന്റർമീഡിയറീസ് ഗൈഡ് ലൈൻ റൂൾസ്, അതിലെ സെക്ഷൻ 3(1)(b) ഇതിൽ പറഞ്ഞേക്കുന്ന റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ ഇന്റർമീഡിയറീസിന് സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. മനസ്സിലായോ? IT ആക്ട് സെക്ഷൻ 79 ഇന്റർമീഡിയറീസിന് കൊടുക്കുന്ന സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറീസ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നതിന്റെ അകത്തുള്ള സെക്ഷൻ 3(1)(b) പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റ് സാറ്റിസ്ഫൈഡ്. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്താൽ ഫേസ്ബുക്കിന് ഉൾപ്പെടെയുള്ള ഇതുപോലുള്ള ഇന്റർമീഡിയറ്റ്സിന് ഈ സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ കിട്ടും. നമ്മളെ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ എനിക്കെതിരെ ആയിരിക്കും പണിഷ്മെന്റ് വരുന്നത്. അല്ലാതെ നിങ്ങൾ ആ പോസ്റ്റ് എന്തിന് പബ്ലിഷ് ചെയ്യാൻ അനുവദിച്ചു നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ എന്ന് കരുതി അവരതിൽ റെസ്പോൺസിബിൾ ആക്കത്തില്ല. സേഫ് ഹാർബർ അതിനാണ് സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പോൾ ഈ സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ ChatGPT കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ChatGPT പോലെ ഗൂഗിളിന്റെ ജെമിനി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്, ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തത, അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത് എന്തുകൊണ്ടാണ് അവ്യക്തത എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. കാര്യം ഇതൊരു ഇന്റർമീഡിയറി ആണോ, അതോ ഈ ഒരു ചാനൽ ഒരു കോൺഡ്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്ന സംഭവം ആണോ? അതായത് അതൊരു ഇന്റർമീഡിയറി പോലെ തന്നെയാണ്. അതുപോലെ ഇത് ഈ യൂസർ ക്രിയേഷൻസ്, ഈ ChatGPT പോലുള്ള സംഭവങ്ങളുടെ AI ടൂൾസ് ഉപയോഗിച്ചുള്ള യൂസർ ക്രിയേഷൻസ് എൻ്റെ പേരിൽ അപ്പൊ ഇന്റർമീഡിയറി ആയിട്ട് ഇവരെ കൂട്ടിയാൽ മാത്രമേ യൂസർ ക്രിയേഷൻസിന്റെ പേരിൽ ഉള്ള പണിഷ്മെന്റ് ഈ ChatGPT പോലുള്ള കമ്പനീസിന് വരാതിരിക്കുള്ളൂ. നമ്മളെ മുകളിൽ മാത്രം വരുള്ളൂ, ഈ യൂസറിൽ മാത്രം വരുള്ളൂ. അപ്പം അതിലേക്ക് കുറെ അവ്യക്തതകളുണ്ട്. ആ അവ്യക്തതകളെ മാറ്റി കൂടുതൽ എന്താ പറയുക, ഒരു സുതാര്യത ഈ കാര്യങ്ങളിൽ വരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഇതിന്റെ അകത്ത് അവര് വേറെ ഒന്ന് രണ്ട്, ഞാൻ അത് ജസ്റ്റ് അത് പറഞ്ഞിട്ട് പോവാം. KS പുട്ടസ്വാമി കേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിന്റെ അകത്ത് അതിന്റെ ഒരു കാര്യം വരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞോളൂ ഞാൻ. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇതിന്റെ പറഞ്ഞേക്കുന്നുണ്ടേ പറഞ്ഞേ ഉള്ളൂ. പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസ് എന്താണെന്ന് വെച്ചാൽ, ആ കേസിലാണ് സുപ്രീം കോടതി വിധിക്കുന്നത് പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന്. പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പ്രൈവസി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഏതാണ്? പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിൽ. അതിനുശേഷമാണ് നവതേജ് സിംഗ് ജോഹർ എന്നാണ് തോന്നുന്നത്, നവതേജ് സിംഗ് ജോഹർ എന്നാണ് എന്റെ ഓർമ്മ. നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ഹോമോസെക്ഷുവാലിറ്റിയെ ഡീക്രിമിനലൈസ് ചെയ്യുന്നത്. ഇപ്പോ പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയാം, സ്വകാര്യത മൗലികാവകാശമാണ്. അങ്ങനെയാണെങ്കിൽ സെക്സ് എന്ന് പറയുന്ന ഒരാളുടെ സ്വകാര്യതയാണ്. അപ്പം ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യതയാണ്. അപ്പൊ അതിന്റെ പേരിൽ അതിനെ ക്രിമിനൽ ആക്കാൻ പാടില്ല. മുമ്പ് ഹോമോസെക്ഷുവാലിറ്റി ക്രിമിനൽ ആയിരുന്നു. അതായിരുന്നു നമ്മുടെ IPCയിലെ സെക്ഷൻ 370 പറഞ്ഞിരുന്നത്. ഇപ്പൊ IPC മാറി ഭാരതീയ ന്യായ സംഹിതയായി. IPCയിലെ സെക്ഷൻ 377 പറഞ്ഞിരുന്നത് അതായിരുന്നു, 377. അപ്പൊ ഈ പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയപ്പോ തൊട്ടടുത്ത് 2018 നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സെക്ഷൻ 377 എടുത്ത് കളയും. അങ്ങനെയാണ് ഹോമോസെക്ഷുവാലിറ്റി ഇന്ത്യയിൽ ഡീക്രിമിനലൈസ് ചെയ്യപ്പെടുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഈ പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസ് ഇവിടെ ആ ഒരു കേസ് ഇവിടെ പരാമർശിച്ചപ്പോൾ ഇതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇന്ത്യയിൽ വന്ന വേറൊരു നമ്മളുടെ ഡേറ്റ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിനെ കുറിച്ച് ഇത് പറയുന്നുണ്ട്. DPDP ആക്ട്, DPDP 2023, ഡിജിറ്റൽ
പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 കുറിച്ചും പറയുന്നുണ്ട്. ഈ റെഫറൻസസ് ഞാൻ പറയാൻ കാര്യം ഇതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കാര്യം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി സിവിൽ സർവീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. അല്ലാത്തവർക്കും ഇത് ജസ്റ്റ് ഒന്ന് അതിന്റെ ബേസിക് കാര്യങ്ങൾ അറിയണം. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഇന്ത്യയും ഫ്രാൻസിനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഫ്രാൻസിന്റെ അംബാസഡർ ടു ഇന്ത്യ ഇതിൽ പറഞ്ഞേക്കുന്നു, ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നു, ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച്. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. IRM-ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാം, ഇന്റർനാഷണൽ റിലേഷനായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ അത് ജസ്റ്റ് ഒരു എക്കണോമിക് ആസ്പെക്റ്റിൽ മാത്രമേ ഇതിൻ്റെ അത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര യൂസ്ഫുൾ ആർട്ടിക്കിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും പറയാം, നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പാർട്ണർ ഈ കോൾഡ് വാർ പീരീഡിലൊക്കെ റഷ്യ കഴിഞ്ഞാൽ ഫ്രാൻസ് ആയിരുന്നു. നിങ്ങളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇന്ത്യയുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സ് എസ്പെഷ്യലി ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ നമ്മൾ റഷ്യ കഴിഞ്ഞാൽ ആരെന്നാണ് വാങ്ങുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി, ഫ്രാൻസിന്റെ എന്നാണ്. എല്ലാ കാലത്തും അതിപ്പോഴും അങ്ങനെയാണ്. അതിന് മാറ്റം ഭാവിയിൽ വരുമായിരിക്കാം. ഇപ്പോ നമ്മള് മിഗ് പോലുള്ള വിമാനങ്ങൾ റഷ്യയുടെ വാങ്ങിയപ്പോൾ മിറാഷ് പോലുള്ള വിമാനങ്ങൾ നമ്മൾ വാങ്ങിയത് ഫ്രാൻസിന്റേതാണ്. വേണ്ട, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ MMRCA കൈൻഡ് ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങി. MMRCയുടെ എക്സ്പാൻഷൻ മീഡിയം മൾട്ടി റോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്നാണ്. ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റ്. നമ്മുടെ വാഹനങ്ങളിൽ ഹാച്ച് ബാക്ക് എന്നും സെഡാൻ എന്നും SUV എന്നൊക്കെ പറഞ്ഞ കണക്ക് ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ LCA ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, MMRCA മീഡിയം മൾട്ടി റോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, അങ്ങനെയുള്ള പല കൈൻഡ് ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റുകളുണ്ട്. ഈ MMRCA നമുക്ക് കുറച്ച് ആവശ്യം വന്നപ്പോൾ MMRCA ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ ഷോർട്ടേജ് വന്നു. നമുക്ക് മീഡിയം മൾട്ടി റോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റുകളുടെ ഷോർട്ടേജ് വന്നപ്പം അമേരിക്ക ഓഫർ ചെയ്ത് അവരുടെ F സീരീസിലുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ്, റഷ്യ ഓഫർ ചെയ്ത്, പല രാജ്യങ്ങളും ഓഫർ ചെയ്തു. നമ്മൾ വാങ്ങിയത് ഫ്രാൻസിന്റെ റാഫേൽ ആണ്. ഇങ്ങനെ വളരെ റിലയബിൾ ആയിട്ട് നമുക്ക് കമ്പോണൻസും ഒക്കെ സപ്ലൈ ചെയ്യേണ്ട പല കാര്യങ്ങളിലും റഷ്യ ഡിപ്പെൻഡ് ചെയ്ത്, നമ്മൾ ഫ്രാൻസിനെ ഡിപ്പെൻഡ് ചെയ്ത്, പിന്നെ ഇസ്രായേലിനെയൊക്കെ. അമേരിക്ക നമുക്ക് പലപ്പോഴും ട്രസ്റ്റിന്റെ ഒരു ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ആ ട്രസ്റ്റ് ഒക്കെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ അവരെയൊന്നും ബോയിങ്ങിന്റെ ഒക്കെ ഹെലികോപ്റ്റേഴ്സ് ഒക്കെ റീസെന്റ് ആയിട്ട് വാങ്ങി. ഇനി നമ്മളുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള MK-1A ഉപയോഗിക്കാൻ പോകുന്നത് അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക്കിന്റെ ഒരു ജെറ്റ് എഞ്ചിനാണ്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ ഇന്ത്യ US റിലേഷൻഷിപ്പ് മാറുന്നു. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഡെവലപ്ഡ് വേൾഡ് G7 കൺട്രീസ് നോക്കിയാണെങ്കിൽ G8 ആയിരുന്നത്, റഷ്യ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് G7 മാത്രം എടുക്കുന്നു, റഷ്യ വിട്ടു. ബാക്കി G7 എടുത്താൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഡിഫൻസ് പാർട്ണർഷിപ്പ് പോലുള്ള കാര്യങ്ങളിൽ ഡെവലപ്മെന്റൽ പാർട്ണർഷിപ്പ് ഒക്കെ നമുക്ക് ഫ്രാൻസുമായിട്ടായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ അവരെയായിരുന്നു വിശ്വാസം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഫ്രാൻസില് AFD എന്ന് പറഞ്ഞ അവരുടെ ഗവൺമെന്റിന്റെ ഏജൻസി ഉണ്ട്, ഫ്രഞ്ച് ഡെവലപ്മെന്റ് ഏജൻസി AFD. അവർ ഫണ്ടിങ് കൊടുത്ത് ലോകത്തിലെ പല രാജ്യങ്ങളിലും പല പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആ AFDയുടെ ഫണ്ടിങ്ങിൽ ഡിഫറെന്റ് ഫീൽഡുകളിൽ പിന്നീട് നടന്നു വരുന്ന അത് ഡിഫറെന്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റുകളുമായിട്ടുള്ള പാർട്ണർഷിപ്പിൽ, സെൻട്രൽ ഗവൺമെന്റ് പാർട്ണർഷിപ്പിൽ, ഡിഫറെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ പാർട്ണർഷിപ്പിൽ, അതുപോലെ ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനികളുടെ പാർട്ണർഷിപ്പിലും ഒക്കെ AFD ഫണ്ടിങ് കൊടുത്ത് ഇന്ത്യയിൽ ഒരുപാട് ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകൾ നടന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അത് മിക്ക പ്രോജക്റ്റുകളും റിന്യൂവബിൾ എനർജി സെക്ടറിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എനർജി കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ കൂടുതൽ സഹകരിക്കുന്നതിന്റെ കാര്യങ്ങളും ഈ AFD മുഖേനയാണ് പലതും നടക്കുന്നതൊക്കെയാണ് ഈ ഫ്രാൻസിന്റെ അംബാസിഡർ ടു ഇന്ത്യ തിയറി മാത്യു എന്നാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ISA കുറിച്ച് അവർ പരാമർശിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയാം, ISA എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് അല്ലെങ്കിൽ ISA എന്തെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ സോളാർ എനർജിയുടെ പൊട്ടൻഷ്യൽ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ് ആണ്. മറ്റ് ലോക രാജ്യങ്ങൾക്ക് നമ്മൾ സോളാർ ടെക്നോളജി ഹാർനസ് ചെയ്യാനുള്ള അവസരം അവർക്ക് ടെക്നോളജി കൊടുത്തും ഫണ്ടിങ് കൊടുത്തും ഒക്കെ, പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ISAയിൽ ഇന്ത്യയാണ് സ്റ്റാർട്ട് ചെയ്ത്, ഫ്രാൻസും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഗുരുഗ്രാമാണ്. ISAയുടെ ഗുരുഗ്രാം എന്ന് പറഞ്ഞാൽ ഹരിയാനയിലാണ്. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലുണ്ടായ ആദ്യത്തെ ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകത്തുണ്ടായ ഫസ്റ്റ് ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ആണെന്ന് ഏതെന്ന് നിങ്ങളുടെ ആരെങ്കിലും ചോദിച്ചാൽ അത് ISA ആണ്, ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആണ്. ഇന്ത്യയാണെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന, ഫ്രാൻസും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഗുരുഗ്രാമാണ്. പിന്നെ ഇതിന്റെ അകത്ത് SDGയെ കുറിച്ച് പറയുന്നുണ്ട്. SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. ഈ SDG
ഫുൾഫിൽ ചെയ്യുക അല്ലെങ്കിൽ SDG എൻഷുർ ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പല പ്രോജക്റ്റുകൾക്ക് AFD ഫണ്ടിങ് കൊടുക്കുന്നത്. അതിനെ കുറിച്ചാണ് പറയുന്നത്. SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ബൈ 2030 അച്ചീവ് ചെയ്യാൻ, വേൾഡിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 17 ഗോൾസ് ആണ്. 17 ഗോൾസ്. SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ബൈ 2030 വേൾഡിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 17 ഗോൾസ് ആണ്. അപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗസിംഗ് ഫോർ ഓൾ, എല്ലാവർക്കും വീട് കൊടുക്കുക, എല്ലാവർക്കും ക്ലീൻ എയർ, എല്ലാവർക്കും ഫുഡ്, എല്ലാവർക്കും വെള്ളം, ഇതെല്ലാം ഈ SDGയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. സസ്റ്റൈനബിൾ, അതുപോലെ ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീക്ക് പുരുഷന് തുല്യ അവകാശം, ഇതെല്ലാം SDG ആണ്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ആ ആർട്ടിക്കിൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഈസ് ദ ബാഡ് ലോൺ പ്രോബ്ലം ഷിഫ്റ്റിംഗ് ടു ഇൻഡിവിജ്വൽസ് ഫ്രം ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് നല്ലൊരു ആർട്ടിക്കിളാണ്. അത് മെയിൻലി ഈ ബാഡ് ലോൺ എന്ന് പറഞ്ഞ ബാഡ് ലോൺ പ്രോബ്ലത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ബാഡ് ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? NPA ആണ് ബാഡ് ലോൺ എന്നറിയപ്പെടുന്നത്. ബാങ്കുകളുടെ കിട്ടാക്കടം, അതിനെയാണ് ബാഡ് ലോൺ എന്നറിയപ്പെടുന്നത്. NPA എന്ന് പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ്. എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ്? ഒരു ബാങ്ക് ഒരു ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ അസറ്റ് ആണ്. കാര്യം എന്താണ്? അതിൽ നിന്നാണ് അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കും, പ്രിൻസിപ്പൾ തിരിച്ചു കൊടുക്കും. സോ ഇറ്റ് ഈസ് ആൻ അസറ്റ് ഫോർ ബാങ്ക്. പക്ഷേ നമ്മൾ ഒരു ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താലോ അത് അവർക്ക് ലയബിലിറ്റി ആണ്. കാര്യം അവർ തിരിച്ചു തരേണ്ട കാശാണ്, അവർ ഇങ്ങോട്ടാണ് അതിൽ ഇൻട്രസ്റ്റ് വരുന്നത്. സോ ബാങ്കിന്റെ അസറ്റ് ഈസ് എ ലോൺ. വൺസ് എ ലോൺ ഈസ് ഗിവൻ ടു മീ, ദാറ്റ് ഈസ് ആൻ അസറ്റ് ഫോർ ദാറ്റ് ബാങ്ക്, ദാറ്റ് പർട്ടിക്കുലർ ബാങ്ക്. ഇഫ് ഐ ആം നോട്ട് പേയിങ് ദാറ്റ് principal amount or interest monthly back to these banks, then definitely that will be treated as a bad loan. Once I stopped paying interest or principal anything after 3 months also, after the passage of 3 months also I am not paying anything back, then that will be treated as an NPA, non performing asset എന്ന് ട്രീറ്റ് ചെയ്യുക. അതായത് ഞാൻ 3 മാസം വരെ ബാങ്ക് നോക്കും, 3 മാസം കഴിഞ്ഞിട്ടും 90 ദിവസം കഴിഞ്ഞിട്ടും ഞാൻ പ്രിൻസിപ്പളോ ഇൻട്രസ്റ്റോ ഒന്നും തിരിച്ചടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് അവർ ക്ലാസിഫൈ ചെയ്യുന്ന NPA, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യും. അപ്പം ഈ UPA ഗവൺമെന്റ് പീരീഡിൽ, ഞാൻ സ്പെസിഫിക്കലി ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ രാഷ്ട്രീയം പറയുന്ന പോലെ, ചിദംബരം എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്ററിന്റെ പീരീഡിൽ ഒരുപാട് ബിഗ് കോർപ്പറേറ്റുകൾക്ക് ലോൺ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട്. അത് ഈ ആർട്ടിക്കിളിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ് ടു 2014-15 വരെയാണ് നടന്നത്. യവന്മാരും പൈസ തിരിച്ചടച്ചില്ല. അപ്പൊ ബാങ്കുകളുടെ ബാഡ് ലോൺ പ്രോബ്ലം ഭയങ്കരമായിട്ട് കൂടി 10% വരെയായി ബാഡ് ലോൺ എന്ന് പറയുന്നത്. 10% എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ബാങ്ക് 10 ലോൺ കൊടുത്താൽ ഒരു ലോൺ ബാഡ് ലോൺ ആയിരിക്കും. അതായിരുന്നു അവസ്ഥ. പക്ഷേ പിന്നീട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുക്കുകയും IBC പോലുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. 2014 IBC വരുന്നത്. IBC എന്ന് പറഞ്ഞാൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 വന്നതിന് ശേഷം അതിന്റെ പ്രോസസ് ഒക്കെ എനിക്കറിയാം. IBCക്കകത്ത് എന്താണ് നടക്കുന്നത് അതൊന്നും ഒരുപാട് പറഞ്ഞുകൊടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. IBC 2016 ഉപയോഗിച്ച് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ട് ബിഗ് കോർപ്പറേറ്റുകളുടെ കിട്ടാക്കട തിരിച്ചുപിടിക്കാനുള്ള പ്രൊവിഷൻസ് അതിലുണ്ടായിരുന്നു. അങ്ങനെ ആ നിയമം ഇഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. പിന്നെ കോർപ്പറേറ്റുകൾക്ക് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ലോൺ കൊടുക്കുന്നതും കുറച്ചു. അതെല്ലാം NPA പ്രോബ്ലം കുറഞ്ഞ് ഏതാണ്ട് ഹിസ്റ്റോറിക് ലോ ലെവലിൽ 2% ആണ് ഇപ്പൊ NPA ഇന്ത്യയിൽ. 2.5% ആണ്. 10% ഉണ്ടായിരുന്നേ. അതുകൊണ്ടാണ് ഇന്ത്യയിലെ SBIയുടെ ഒക്കെ ഷെയർ വാല്യൂ ഇത്രയും കൂടി പോകുന്നത്. അവരുടെ പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കൂടി, അവരുടെ ബാഡ് ലോൺ പ്രോബ്ലം അല്ലെങ്കിൽ NPA പ്രോബ്ലം ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ എല്ലാം. പ്രൈവറ്റ് സെക്ടറിനെ പണ്ടേ ആ ഒരു പ്രോബ്ലം ഒന്നുമില്ല, അവർ ആ രീതിയിൽ കൈകാര്യം ചെയ്യും. അത് പ്രൈവറ്റ് ആണല്ലോ. അപ്പം പക്ഷെ അങ്ങനെ ആകുമ്പം ബാങ്കുകൾക്ക് ഇപ്പം കോർപ്പറേറ്റ്സിന് ലോൺ കൊടുക്കുന്ന കുറച്ചാലും അവർക്ക് ലാഭം കിട്ടണ്ടേ. അപ്പോൾ അവരെന്ത് ചെയ്യും? കൂടുതലായിട്ട് പേഴ്സണൽ ലോൺസ് കൊടുക്കാൻ തുടങ്ങി. പേഴ്സണൽ ലോൺസ്, അതുപോലെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ലോൺസ്, ക്രെഡിറ്റ് കാർഡുകൾ വഴി ലോണും. അപ്പൊ അതിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും പ്രോബ്ലം ഒന്നും ഇല്ല. അതും ഈ പറഞ്ഞ മേഖലയിലെല്ലാം 1-2% ഇപ്പോഴും NPA ഉള്ളൂ. പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് ഒരു സിനോപ്സിസ് പോലെ പറഞ്ഞുള്ള സമയമുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഓൺ ഇംപ്രൂവിംഗ് റൂറൽ മൊബൈൽ കണക്ടിവിറ്റി എന്നൊരു ആർട്ടിക്കിളാണ്. ഓൺ ഇംപ്രൂവിംഗ് റൂറൽ മൊബൈൽ കണക്ടിവിറ്റി. അത് സത്യത്തിൽ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ അതിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. പക്ഷെ ഞാൻ ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് കൂടുതൽ പോകുന്നില്ല. ടെക്നിക്കൽ ആസ്പെക്റ്റിൽ എന്തുകൊണ്ട് ഇന്ത്യയിലെ വില്ലേജ് ഏരിയാസിൽ മൊബൈൽ കവറേജ് കുറവാണെന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിലെ അവസ്ഥ ഇതാണ്. ഏതാണ്ട് ഇന്ത്യയിലെ കാര്യമാണ്, ഏതാണ്ട് 127% ആണ് അർബൻ മേഖലയിലെ ഇന്ത്യയിലെ മൊബൈൽ കണക്ഷൻ. അതായത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ മൊബൈൽ കണക്ഷൻ ഉണ്ടെന്ന് അർബൻ മേഖലയിൽ. അതേസമയത്ത് റൂറൽ മേഖലയിലോട്ട് വരുമ്പോൾ ഏതാണ്ട് 58% ഉള്ള മൊബൈൽ പെനട്രേഷൻ. അതായത് ഓരോ 2 പേരിൽ ഒരാൾക്ക് മൊബൈൽ ഉള്ള രീതിയിലാണ്.
അപ്പൊ അതിന്റെ കാര്യമായിട്ട് നീ പറഞ്ഞ ഇന്ത്യയിലെ റൂറൽ ഏരിയ നോക്കുകയാണെങ്കിൽ പലതും ഹിൻഡർലാൻഡ്സ് ആയിരിക്കും, ചിലപ്പോൾ ഹില്ലി ഏരിയാസ് കാണും, ചിലപ്പോൾ റൂറൽ മേഖലയിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി തീരെ കുറവായിരിക്കും, കുറച്ച് സ്ഥലങ്ങളിൽ ആള് കാണും, കുറേ ഏരിയയിൽ പിന്നെ ആള് കാണത്തില്ല. അപ്പൊ ഇത് ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന പ്രോബ്ലമാണ്. ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ മെയിൻലി AN എന്നും CN എന്നും രണ്ട് നമ്മളെ സെല്ലുലാർ കണക്ടിവിറ്റി കൊടുക്കാം. AN എന്ന് പറഞ്ഞാൽ ആക്സസ് നെറ്റ്വർക്കും CN എന്ന് പറഞ്ഞാൽ കോർ നെറ്റ്വർക്ക്. ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ വേണം. ഇതിൽ AN ആണ് ഈ നമ്മളെ എല്ലായിടത്തും കൊണ്ടുവന്ന് നമ്മളെ ഏരിയയിലായി കണക്ട് ചെയ്യുന്നത്. CN മിക്കവാറും ഒരു കൺട്രോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് മേഖലയിൽ വച്ചേക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ AN ഈ പറഞ്ഞ ഇതുപോലുള്ള റൂറൽ ഹിൻഡർലാൻഡ്സിൽ കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ കമ്പനീസിന് ഭയങ്കര നഷ്ടം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ റൂറൽ മേഖലയിൽ മൊബൈൽ പെനട്രേഷൻ കുറവെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡിലേക്ക് നിങ്ങൾ പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഒരു IITians IEEEയും എല്ലാം കൂടെ ചേർന്ന് ഒരു പുതിയ ടെക്നോളജിക്കൽ സംഭവം ഡെവലപ്പ് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാര്യം അതല്ലാതെ തന്നെ ഇന്ത്യയിലെ മൊബൈൽ കണക്ടിവിറ്റി വേണമെങ്കിൽ കൂട്ടാനുള്ള മാർഗമുണ്ട്. ഈ പറഞ്ഞ ടെക്നോളജിയിലും AN CN ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. കുറച്ചുകൂടെ AN CN ഒക്കെ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അവർ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ ആവശ്യമില്ല, വേറെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. ഗൂഗിളിന്റെ ലൂൺ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അതൊന്നും ഇനി പറയുന്നില്ല, ഞാൻ വായിച്ചിട്ടുള്ള പറഞ്ഞില്ല. ഗൂഗിളിന്റെ ലൂൺ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്, മനസ്സിലായ? ലൂൺ LOON. ഇത് ഗൂഗിൾ ബലൂൺ എന്നുള്ള ഷോർട്ട് ഫോം ആണ്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതുപോലുള്ള നെറ്റ് കണക്ടിവിറ്റി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ വലിയ ബലൂൺസ് കൊണ്ടുവന്ന് അന്തരീക്ഷത്തിൽ സ്ഥാപിക്കും. ഈ ബലൂൺസിൽ ഈ ഇന്റർനെറ്റ് കൊടുക്കുന്നതിനുള്ള എക്യുപ്മെന്റ്സ് കാണും. അത് ഉപയോഗിച്ച് ഇന്റർനെറ്റ് കൊടുക്കാം. അത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇന്ത്യയിൽ അത് നടപ്പാക്കാൻ ഗൂഗിള് പെർമിഷൻ ചോദിച്ചാൽ ചില സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഗവൺമെന്റ് ഇതുവരെയ്ക്ക് സമ്മതിച്ചിട്ടില്ല. ഗൂഗിളിന്റെ ഒരു പ്രോജക്റ്റാണ്. ഇനി അതല്ലാതെ തന്നെ സാറ്റലൈറ്റ് ആയിട്ട് ലിങ്ക് ചെയ്ത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൊടുക്കുന്ന കമ്പനീസ് നമുക്കറിയാം. എലോൺ മസ്കിന്റെ സ്റ്റാർ ലിങ്ക്, നമ്മളുടെ എയർടെലിനും കൂടെ പാർട്ട്ണർഷിപ്പ് ഉള്ള ബ്രിട്ടീഷ് കമ്പനിയായ OneWeb, അതുപോലെ നമ്മളുടെ ജിയോയുടെ പുതിയൊരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട് സാറ്റലൈറ്റ് കണക്ടിവിറ്റി കൊടുക്കാൻ. അത് എത്രയും പെട്ടെന്ന് അതിനുള്ള പോളിസീസ് മാത്രമേ ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്ത് അതിന്റെ റൂൾസും ഒക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്താൽ പോരെ. അപ്പം പിന്നെ ഈ പ്രശ്നം ഉണ്ടാവും. ഇത്രയും വലിയ കഷ്ടപ്പെട്ട് ഇതിൽ ഇനി പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ഈ ആർട്ടിക്കിൾ അതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇന്ത്യയിലെ മൊബൈൽ കണക്ടിവിറ്റി റൂറൽ ഏരിയാസിൽ കൂട്ടാൻ വേണ്ടി ഗവൺമെന്റ് ഒരു സ്കീമുണ്ട്. അതുകൂടെ പഠിച്ചു വെച്ചേക്ക്. USOF എന്ന പേര്. USOFന്റെ എക്സ്പാൻഷൻ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്നാണ്. യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ടെലികോം കമ്പനികളെ കയ്യിൽ നിന്ന് തന്നെ ഗവൺമെന്റ് ഒരു സെസ് കളക്ട് ചെയ്യും, ഒരു അഡീഷണൽ ടാക്സ്. അത് കളക്ട് ചെയ്ത് അവരിതിനെ കൂട്ടി വെക്കും. അതിപ്പം ആയിരക്കണക്കിന് കോടി രൂപയുണ്ട് ഗവൺമെന്റ് കയ്യിൽ. ഈ പൈസ കൊടുത്തിട്ട് ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ ഒരു ഹില്ലി ഏരിയയിൽ ഒരിക്കലും മൊബൈൽ കണക്ടിവിറ്റി കൊടുക്കുക എയർടെലിനോ ജിയോയ്ക്കോ ഒന്നും ലാഭമായിരിക്കത്തില്ല. അവരവിടെ കൊടുക്കൂല എപ്പോഴും. പക്ഷേ ഇവർ അവിടെ കൊടുക്കണം, അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എന്നിട്ട് അതിൽ ഈ ജിയോയ്ക്ക് എയർടെലിനൊക്കെ ഒരു നഷ്ടം ഉണ്ടാവുമല്ലോ, ആ നഷ്ടം ഈ ഫണ്ടിൽ നിന്ന് കൊടുക്കും. അതാണ് അത് പേര് തന്നെ ഉണ്ട്, യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ. യൂണിവേഴ്സലി എല്ലാവർക്കും സർവീസ് കിട്ടണം, അത് ഒബ്ലിഗേഷൻ ആണ്, അത് ഗവൺമെന്റ് ഒബ്ലിഗേഷൻ ആണ്. അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടാണ്. ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇറാൻ ലിമിറ്റഡ് ഡെമോക്രസി അൺലിമിറ്റഡ് തിയോക്രസി എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല, കാര്യം ഞാൻ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തു. ഇറാനിൽ ഡെമോക്രസി ലിമിറ്റഡ് ആണ്, തിയോക്രസിയാണ് അവിടെ ഭയങ്കരമായിട്ടുള്ള പൗരോഹിത്യം. ഷിയ മുസ്ലിം ക്ലർജി അയത്തുള്ള അലി ഖമീനയുടെ നേതൃത്വത്തിൽ അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് വാല്യൂസ് പലപ്പോഴും അവിടെ ചവിട്ടി അരയ്ക്കപ്പെടുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ജയശങ്കർ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ SCO മീറ്റിംഗിൽ പങ്കെടുക്കാൻ കസാക്കിസ്ഥാനിലെത്തി. SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും റഷ്യയും പിന്നെ കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും താജിക്കിസ്ഥാനും ഒക്കെ ചേർന്നുള്ള ഒരു ഗ്രൂപ്പാണ്. പിന്നെ ബെലറൂസും ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ബെലറൂസ് ഒരു രാജ്യമാണ്, റഷ്യയുടെ അലയൻസ് പാർട്ണറാണ്. ഇതാണ് SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. അതിൻ്റെ അകത്ത് പാകിസ്ഥാനും ചൈനയും ഉള്ളത് കൊണ്ടും അവരുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് മോശമായതുകൊണ്ടും മോഡിക്ക് ഫേസ് ടു ഫേസ് ഇവരെ മീറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ചൈനീസ് പ്രസിഡന്റിനെയും പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷഹബാസ് ഷെരീഫിനെ മീറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മോഡി ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നില്ല. ഇന്നോട്ട് ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൽ അറ്റൻഡ് ചെയ്യുന്നത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ആണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ്, പക്ഷേ അത് ഇന്ന് ഞാൻ പറയുന്നില്ല. കാര്യം നാളത്തെ പത്രത്തിൽ അതിന്റെ ഔട്ട്കംസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കാണും. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സമ്മിറ്റ് എവിടെ നടന്നിരിക്കുക? ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ സമ്മിറ്റ് നടക്കുന്നത് കസാക്കിസ്ഥാനിലെ അസ്താനയിലാണ്. അസ്താന കസാക്കിസ്ഥാനിലെ അസ്താനയിൽ. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ ബീഹാറിലാണോ ഈ ഇടയ്ക്ക് 65% ആക്കിയത് ക്വാട്ട. അതിന് ബീഹാർ ഹൈക്കോർട്ട്, പാറ്റ്ന ഹൈക്കോർട്ട് സ്ക്രാപ്പ് ചെയ്തു. അതിന് അഗേൻസ്റ്റ് ആയിട്ട് ബീഹാർ ഗവൺമെന്റ് സുപ്രീം കോടതി പോയേക്കുന്നത്. അതിനെ കുറിച്ചുള്ള ന്യൂസാണ്. പിന്നെ ഇതൊക്കെ ഉള്ളൂ ഈ പേജിൽ.
അതിനടുത്ത പേജ് പോകുമ്പോൾ ആ പേജേ വേണ്ട, അത് എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ആയിരിക്കും. കാര്യം മിക്കവാറും ആ പേജിൽ ഫുൾ പൊളിറ്റിക്സ് ആയിരിക്കും. പാർലമെന്റിന്റെ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പാർലമെന്റ് സെഷൻ ഇന്നലെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തതിന് അവര് പാർലമെന്റ് സൈൻ ഡൈയിലേക്ക് പോയെന്നാണ് പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. സൈൻ ഡൈ അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതൊന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട്. അത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഒരു പേരാണ് സൈൻ ഡൈ. പാർലമെന്റ് സൈൻ ഡൈ ആയി. അതായത് പാർലമെന്റിന്റെ ഒരു സെഷൻ നടക്കുമ്പോൾ പാർലമെന്റിൽ ഭയങ്കര ബഹളം എന്ന് കരുതിക്കുക, ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ. അപ്പൊ ലോക്സഭയിൽ ലോക്സഭാ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭയിൽ രാജ്യസഭാ ചെയർമാന് സെഷൻ നിർത്തിവെക്കാം. അതിന് നമ്മൾ അഡ്ജോൺമെന്റ് എന്ന് പറയും. എന്താണ് അഡ്ജോൺമെന്റ്? നിർത്തി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം, ബഹളം അടങ്ങുമ്പോൾ. അങ്ങനെ നിർത്തിവെച്ചും വീണ്ടും തുടങ്ങിയൊക്കെ സെഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. സെഷൻ കംപ്ലീറ്റ് ആയി. അങ്ങനെ സെഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ആ സെഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രസിഡന്റ് പ്രഖ്യാപിക്കും. അതിനെയാണ് പറയുന്നത് പ്രൊറോഗിങ് എന്ന്. പ്രൊറോഗിങ് എന്ന് പറയും. അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് പ്രൊറോഗിങ്. അഡ്ജോൺമെന്റ് ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ ആ ഹൗസിന്റെ ഹെഡ്, സ്പീക്കർ ആണെങ്കിൽ സ്പീക്കർ, രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭാ ചെയർമാൻ, ദാറ്റ് ഇസ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് ദ ഡിഫാക്ടോ ചെയർമാൻ ഓഫ് രാജ്യസഭ, നമുക്കറിയാം. ഇനി സൈൻ ഡേ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സെഷൻ തീർന്നിട്ടില്ല ഔദ്യോഗികമായിട്ട്. തീർന്നാൽ പ്രൊറോഗിങ് ആണ് ചെയ്യേണ്ട പ്രസിഡന്റ്. തീർന്നിട്ടില്ല, എപ്പോൾ വേണമെങ്കിലും വീണ്ടും തുടങ്ങാം. പക്ഷെ തൽക്കാലത്തേക്ക് ഇൻഡെഫിനിറ്റ്ലി അതിനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം. അഡ്ജോൺമെന്റ് ആകുമ്പോൾ തൽക്കാലത്തേക്ക് അപ്പം സ്റ്റോപ്പ് ചെയ്ത് മിക്കവാറും പിറ്റേന്നോ അല്ലെങ്കിൽ അന്ന് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ സൈൻ ഡേ ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ കുറേ ദിവസത്തേക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നതാണ് സൈൻ ഡേ. അറിഞ്ഞിരിക്കുക. ഓക്കെ, വേറെ ഒന്നും അവിടെ പറയാനില്ല. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഞാൻ ഇത് പറഞ്ഞാണെന്നല്ല, എന്നാലും ഒന്നുകൂടെ പറയാം. ഫാക്ട് ചെക്ക് യൂണിറ്റിനെ കുറിച്ച്. ഫാക്ട് ചെക്ക് യൂണിറ്റ് സർക്കാർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു FCU ഉണ്ടാക്കിയ ഒരു ഫാക്ട് ചെക്ക് യൂണിറ്റ്. ഈ ഫാക്ട് ചെക്ക് യൂണിറ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് 2021 എന്ന് പറയുന്നൊരു ഗവൺമെന്റിന്റെ പുതിയൊരു ആക്ട് ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി, അത് ഹിന്ദുവിൽ നോക്കി എഴുതിയെടുത്തോളണം, ബ്രാക്കറ്റിന്റെ അകത്ത് ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് 2021. അതില് സെക്ഷൻ 31B5 എന്ന് പറയുന്ന ഒരു സെക്ഷൻ അനുസരിച്ചാണ് ഫാക്ട് ചെക്ക് യൂണിറ്റ് ഉണ്ടാക്കിയത്. ഈ ഫാക്ട് ചെക്ക് യൂണിറ്റ് ഉപയോഗിച്ച് സെൻട്രൽ ഗവൺമെന്റ് അതിൽ നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ വരുന്ന ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ ക്വാഷ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എടുത്ത് റിമൂവ് ചെയ്യാൻ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനോട് ആവശ്യപ്പെടാം. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കൊമേഡിയൻ ഹൈക്കോടതി പോയി, ബോംബെ ഹൈക്കോടതി. പക്ഷെ ബോംബെ ഹൈക്കോടതി ഇതിന്റെ വിധി പറഞ്ഞപ്പോൾ 4 പേര് ഇതിന്റെ ജഡ്ജി ബെഞ്ചിലുണ്ടായിരുന്നു. 4 പേരിൽ 2 പേര് ഗവൺമെന്റ് അനുകൂലമായിട്ടും 2 പേര് ഈ പെറ്റീഷണർ അനുകൂലമായിട്ട് വിധിച്ചു. അപ്പൊ 2-2 ആയില്ലേ? അപ്പൊ വിധി പറയാൻ പറ്റുമോ? 2-2 ആയിപ്പോയി. അപ്പം ബോംബെ ഹൈക്കോടതി ഒരു കാര്യം ചെയ്തു, 5ാമതൊരു ജഡ്ജിയും കൂടി വാദം കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ വാദം കേട്ടുകൊണ്ടിരിക്കുക. ഈ ജഡ്ജിയുടെ തീരുമാനമായിരിക്കും ഈ ഫാക്ട് ചെക്ക് യൂണിറ്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇത് ഫ്രീ സ്പീച്ചിനെ ബാധിക്കും എന്ന് കരുതിയിട്ടാണ് കോടതി പോയത് പെറ്റീഷണർ. ഓക്കെ. ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? റൈറ്റ് ടു ലൈഫ്. അതിനെ കുറിച്ച് ഇത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 19(1)(a എന്താണ്? നമ്മളുടെ ഇതിന്റെ അകത്ത് വരുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത്, ഫണ്ടമെന്റൽ ഫ്രീഡംസിന്റെ അകത്താണ് ആർട്ടിക്കിൾ 19(1)(a വരുന്നത്. നമ്മളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അത് വയലേറ്റ് ചെയ്യുന്നു പറഞ്ഞാണ് ഈ പുള്ളി ഇത് പോയത്. ആർട്ടിക്കിൾ 19(1)(a വയലേറ്റ് ചെയ്യുന്നു, ഫ്രീഡം ഓഫ് സ്പീച്ച് വയലേറ്റ് ചെയ്യുന്നു പറഞ്ഞാണ് ഈ ഫാക്ട് ചെക്ക് യൂണിറ്റിന് അഗേൻസ്റ്റ് ആയിട്ട് പെറ്റീഷണർ കോടതി പോയത്. ഓക്കെ. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. ഓക്കെ. പിന്നെ ഇന്ത്യ 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോയാണ്. FGFA എന്നാണ് 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ ഷോർട്ട് ഫോം. അതിന്റെ പ്രോട്ടോടൈപ്പ് 2028-29 ഉണ്ടാവും. അതിന്റെ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളുടെ ഒറിജിനൽ സാധനം 2034 കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. കാര്യം ഇതിൽ പ്രൈവറ്റ് ഏജൻസീസും കൂടി ഇൻവോൾവ് ആണ്, എന്നാലേ നടക്കൂ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇതിനെ മാനുഫാക്ചർ ചെയ്യാൻ പോണത്. HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. പക്ഷെ അവർ ഇൻ അസോസിയേഷൻ വിത്ത് മെനി പ്രൈവറ്റ് ഏജൻസീസ് ആണ്, പ്രൈവറ്റ് കമ്പനീസ്. എന്നാലും 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ നിലവിലിരിക്കുന്നത്. അപ്പൊ നമ്മളെ LCA ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്നത് വേറൊരു കൈൻഡ് ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. അപ്പൊ FGFA 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ്. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ സത്യത്തിൽ ഇന്ന് ബിസിനസ് പേജിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല കേട്ടോ. ബിസിനസ് പേജിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. അതുപോലെ വേൾഡ് പേജിൽ വലിയ കാര്യങ്ങളില്ല. ഒരു കാര്യം പറയാനുള്ളത്, വേൾഡ് പേജിൽ നമുക്കറിയാം, ഇപ്പം നമ്മളെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് ഒരുപാട് നെയ്ബർഹുഡ് എന്നുള്ള രാജ്യങ്ങളെ ലീഡേഴ്സിനെ വിളിച്ചപ്പോൾ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ പുഷ്പ കമൽ ദഹൽ അല്ലെങ്കിൽ പ്രചണ്ഡ
ഈ മീറ്റിംഗിൽ ഓത്ത് ടേക്കിംഗ് സെറമണിയിൽ പങ്കെടുക്കാൻ വന്നായിരുന്നു. അദ്ദേഹം ഏതാണ്ട് നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ പൊസിഷൻ ഇപ്പോൾ പുറത്താവും. കാര്യം അദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടി അവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടീസ് എല്ലാം കൂടെ ഒരുമിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അത് മാത്രമാണ് ഇന്നത്തെ പത്രത്തിൽ നമുക്ക് പറയാനുള്ള കാര്യം. പിന്നെ ബെയ്ജിങ്ങും മാനിലയും ഹോൾഡ് ടോക്സ് ആഫ്റ്റർ മാരിടൈം സ്റ്റാൻഡ് ഓഫ് എന്നൊരു ന്യൂസ് ഉണ്ട്. ഇപ്പൊ ചൈനയും ഫിലിപ്പൈൻസും തമ്മിലാണ് സൗത്ത് ചൈന സീ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്പ്യൂട്ടുകളുള്ള. അങ്ങനെ അവർ വലിയ പ്രോബ്ലംസിലേക്ക് പോയായിരുന്നു. പ്രത്യേകിച്ച് ഫിലിപ്പൈൻസിന് US-ന്റെ ബാക്കപ്പും കൂടെ ഉണ്ട്. US-ന്റെ അലയൻസ് പാർട്ണറാണ് ഫിലിപ്പൈൻസ്. അപ്പൊ US-ഉം ചൈനയും തമ്മിലുള്ള കൺഫ്രണ്ടേഷൻ പോലെ പോയി ഈ ചൈനയും ഫിലിപ്പൈൻസ് തമ്മിലുള്ള പ്രോബ്ലംസ്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മീറ്റിംഗ് തുടങ്ങി. ഫിലിപ്പൈൻസ് പ്രസിഡന്റിന്റെ പേര് ഫെർഡിനാൻഡോ മാർക്കോസ് ജൂനിയർ എന്നാണ്. ഫെർഡിനാൻഡോ മാർക്കോസ് ജൂനിയർ. അതേ സമയത്ത് ചൈനയുടെ പ്രസിഡന്റ് പേര് അറിയാലോ, സി ജിൻപിങ് അല്ലേ. പിന്നെ സ്പോർട്സ് പേജിൽ വരുമ്പോ ഇന്നത്തെ സ്പോർട്സ് പേജിൽ ഒന്നും പറയാനില്ല. വിംബിൾഡൺ സ്റ്റാർട്ട് ചെയ്തു, ഓൾറെഡി ഞാൻ പറഞ്ഞു. അതിനെ കുറിച്ചായിരുന്നു ഹിന്ദുവിലെ എഡിറ്റോറിയൽ. T20 വേൾഡ് കപ്പ് ഇന്ത്യ വിൻ ചെയ്തതോടെ അത് കഴിഞ്ഞു. പിന്നെ യൂറോ കപ്പ് ജർമ്മനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കോപ്പ അമേരിക്ക US-ൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ തന്നെയാണ് ഉള്ളത്. അല്ല വേറെ ഒന്നും അതിൽ പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ ഫ്രണ്ട് പേജിൽ ഇന്നലെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി. ഉത്തർപ്രദേശിലെ ഹാത്ര എന്ന് പറയുന്ന സ്ഥലത്ത് 100-ൽ കൂടുതൽ ആൾക്കാർ മരിച്ചു. എനിക്കത് ആ വാർത്ത കേട്ട് ഒരു വിഷമം തോന്നിയില്ല. വേറെ ഒന്നും കൊണ്ടല്ല, വിഷമം തോന്നിയില്ലെന്ന് പറയാൻ കാര്യം, ഈ ആൾക്കാർ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഈ ഗോഡ്മൻ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ നല്ലൊരു ബിലീവറാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ. ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നമ്മളെ മുന്നിലുള്ള മനുഷ്യനെ ദൈവമായിട്ട് കണ്ടിട്ട് അവരെ മുന്നിൽ പോയി ഈ അവർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇന്നലെ ഒരു ഗോഡ്മാൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്ത്, അയാൾ പഴയ പോലീസ് കോൺസ്റ്റബിൾ ആണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. അയാൾ ഇത്തിരി കൂടെ നല്ല ബിസിനസ് ഗോഡ്മാൻ ആയിട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്ന് കുറെ ലക്ഷക്കണക്കിന് ആൾക്കാർ അയാളെ പുറകെ പോയി. ഇന്നലെ 1 ലക്ഷം ആൾക്കാർ, പ്രത്യേകിച്ച് സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് അതുപോലെ അതൊരു ഗ്രൗണ്ടിൽ തടിച്ചുകൂടി. സ്റ്റാമ്പേഡ് ഉണ്ടായി. കുറെ കുഞ്ഞുങ്ങൾ മരിച്ചു. അതിലാണ് വിഷമം. ബാക്കി മുതിർന്നവർക്ക് വിവരക്കേടുകൊണ്ട് അവിടെ പോയിരിക്കുന്നത്. കൊച്ചുങ്ങളെ ഒരു വിവരം കെട്ട ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ കുറെ ആൾക്കാരുടെ ലൈഫ്, കൊച്ചുകുട്ടികളുടെ ലൈഫ് നഷ്ടപ്പെട്ടു. അതിലൊരു വിഷമമുണ്ട്. പിന്നെ ആ പേജിൽ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ. പിന്നീട് പിന്നെ കച്ചത്തീവ് ഇഷ്യൂവിനെ കുറിച്ച് MK സ്റ്റാലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കച്ചത്തീവ് ഇഷ്യൂ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ പറയുന്നതിന് സമയമില്ല. കച്ചത്തീവ് ഇഷ്യൂവിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന എന്റെ ചാനലില് ഞാൻ അതിനെക്കുറിച്ച് വളരെ നല്ലൊരു വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന ചാനൽ. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഒരു വലിയ പ്രോബ്ലം ആണ് കച്ചത്തീവ് ഇഷ്യൂ. അത് പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഭാവിയിൽ ഇനി ഇതിപ്പോൾ വലിയ വാർത്തകളായി മാറാൻ സാധ്യതയാണ്. വാട്ട് ഈസ് കച്ചത്തീവ് ഇഷ്യൂ എന്ന് ഈ ചാനലിൽ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന ചാനൽ, ഇതിപ്പോ സിവിൽ സർവീസ് കറണ്ട് അഫയേഴ്സ് ബൈ ബിജു നായർ ആണ്. ഈ ചാനലിന്റെ അകത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് 10-15 മിനിറ്റ് വരുന്ന വീഡിയോ കാണാം. അപ്പൊ അത് ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്കിടയിലുള്ള വിഷയമാണെന്ന് മാത്രം തൽക്കാലം അറിഞ്ഞിരിക്കുക. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പം എല്ലാവരും വീഡിയോ കാണുക, കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാം ചെയ്യുക. ഓക്കെ. ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും ചീഫ് മിനിസ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു മീറ്റിംഗ് വരാൻ പോകണം. അതിനെക്കുറിച്ച് വലിയ ന്യൂസ് ഇതുണ്ട്. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡിയും ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡു ആണ്. ആ മീറ്റിംഗിന് വലിയ പ്രാധാന്യം വരുന്ന കാര്യം വേറൊന്നുമല്ല, ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ആ ആക്ട് വഴിയാണ് ആന്ധ്രാപ്രദേശിനെ ബൈഫർക്കേറ്റ് ചെയ്ത് തെലങ്കാന ഉണ്ടാക്കിയത്. അന്ന് ആന്ധ്രാപ്രദേശിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് ഗവൺമെന്റ് ബിൽഡിങ്ങുകളും ഗവൺമെന്റ് പ്രോപ്പർട്ടീസും തെലങ്കാനയ്ക്ക് പോയി. അപ്പൊ അത് തെലങ്കാനയുടെ കയ്യിൽ നിന്ന് കുറെ കോമ്പൻസേഷൻ ഒക്കെ ആന്ധ്രയ്ക്ക് കിട്ടാനുള്ള അതുണ്ട്. അത് പക്ഷേ ഇതൊരിക്കും കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു മൂവ്മെന്റും ഉണ്ടായില്ലായിരുന്നു. ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവാൻ പോയി. അതുകൊണ്ടാണ് ആ മീറ്റിംഗിന് വലിയ പ്രാധാന്യം വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക. നാളെ വീണ്ടും നമുക്ക് കാണും വരെ എല്ലാവർക്കും ബൈ.